നാരായണ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ തിരുമംഗലദേവരേ ശരണം. ശ്രീ ദക്ഷിണാമൂർത്തി ശരണം. സദ്ഗുരുഭ്യോ നമ. ഭക്തേഭ്യോ നമ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേതായ ശ്രീ രാമചന്ദ്രായ നമ. ഓം ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമസീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. ശ്രീ ഗുരുവായൂരപ്പ. ഇവിടെ വാൽമീകി രാമായണം കഥകളായിട്ട് കഥ മാത്രം പറയണം, അത് മുഴുവനായിട്ട് പറയണം. ഇപ്പോൾ ബാലകാണ്ഡത്തിൽ 11 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു, 29 സർഗം പറഞ്ഞു, 77 സർഗമാണ് ഉള്ളത്. വിശ്വാമിത്ര മഹർഷി രാമനെയും ലക്ഷ്മണനെയും കൂടിയിട്ട് സിദ്ധാശ്രമത്തിലേക്ക് എത്തുന്ന രംഗം വരെ നമ്മളിപ്പോൾ സ്മരിച്ചു. ബല അതിബല എന്ന മന്ത്രങ്ങളെ കൊടുത്തു, ആയുധങ്ങളെ, ദിവ്യാസ്ത്രങ്ങളെ, ശമദമം സ്വീകരിക്കാനുള്ളത്, ഇതൊക്കെ ഇപ്പോൾ വിശ്വാമിത്ര മഹർഷിയാൽ കൊടുക്കപ്പെട്ടു. താടകയെ വധിച്ചു. ഇനി യാഗം ചെയ്യാൻ ഞങ്ങൾ സുരക്ഷ ഒരുക്കിക്കോളാം എന്ന് പറയുന്ന ആ രാമനെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ കൊടുത്ത ഉപദേശങ്ങൾ മനോബുദ്ധിരഹങ്കാരചിത്തമാകുന്ന മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു പാഠവം ഈ വിശ്വാമിത്ര മഹർഷിയുടെ ഉപദേശം കൊണ്ട് സിദ്ധിച്ചു. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഈ 3 അവസ്ഥാത്രയം. അതിൽ എപ്പോൾ ജീവിക്കുമ്പോഴും, നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും, സ്വപ്നാവസ്ഥയിലാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും ഭഗവത് ഉന്മുഖമാക്കി തീർക്കുക, മനസ്സിനെ ശുദ്ധമാക്കി തീർക്കുക. അതിനുള്ള ഒരു എക്സർസൈസ് ആണ് ഈ വിദ്യകൾ മുഴുവൻ. അത് പകലാണ് സാധാരണഗതിയിൽ, ഉണർന്നിരിക്കുന്ന ജാഗ്രതത്തിലാണ് വരിക. കണ്ണുകൊണ്ട് കാണുന്നത്, മൂക്കൊണ്ട് മണക്കുന്നത്, തൊലി കൊണ്ട് തൊടുന്നത്, നാവ് കൊണ്ട് രസിക്കുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, കൈ കൊണ്ട് എടുക്കുന്നത്, കാലുകൊണ്ട് നടക്കുന്നത്, നാവ് കൊണ്ട് പറയുന്നത് ഒക്കെ, മനസ്സ് ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് വരിക. അപ്പം അത് ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളിലേക്ക് എത്താതെ കണ്ട്, എന്നാൽ അതേ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ഭഗവത് പരമായിട്ടാണ് എങ്കിൽ ഈ ശമദമം വളരെ എളുപ്പമായി. അപ്പോൾ മനസ്സ് പരമസാത്വികമായിട്ടുള്ള ഈശ്വരങ്കൽ എത്തിക്കുക. അതാണ് ഈ മഹാഋഷിയായിട്ടുള്ള, ബ്രഹ്മർഷിയായിട്ടുള്ള ഈ വസിഷ്ഠ മഹർഷി കൊടുത്ത ഉപദേശങ്ങളുടെ ഒരു സാരം. വിദ്യ നേടിക്കഴിഞ്ഞതിന് ശേഷമാണ്, ഉപരിപഠനം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അടുത്തത് PhD ആണ്. അതാണിപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു PhD അല്ല, അനവധി PhDകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വേണ്ടത് മനോനിയന്ത്രണം. ഈ ഇന്ദ്രിയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നമ്മളെ വല്ലാതെ കണ്ട് വിഷമിപ്പിക്കും. സുഖം കിട്ടാൻ വേണ്ടിയിട്ടായി പോണതേ. കിട്ടുന്നത് സുഖമാണ് എന്ന് പോലും നമുക്കറിയില്ല. അല്ലെങ്കിൽ ആ സുഖം ദുഃഖത്തിന് കാരണമാകുന്നതാണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനെ അറിയിച്ചു കൊടുത്തു. ഇങ്ങനെ പറഞ്ഞു വെച്ചു. അതിനുശേഷം ആ 2 രാജകുമാരന്മാരും ദേശത്തെ അറിഞ്ഞു, കാലത്തെ അറിഞ്ഞു, ശരീരത്തെ അറിഞ്ഞു, ലോകത്തെ അറിഞ്ഞു, ഗുരുസ്ഥാനത്തെ അറിഞ്ഞു. വാക്കുകളെ കേട്ട് കഴിഞ്ഞപ്പോൾ അതിനൊരർത്ഥമുണ്ട്, വാക്കിനൊരർത്ഥമുണ്ട്. ആ അർത്ഥത്തെ മനസ്സിലായി. ശത്രുക്കളെ ജയിക്കാനുള്ള കഴിവ് കിട്ടി. ഇവിടെ ശത്രുത എന്നുള്ളത് ഇതൊക്കെ ഇന്ദ്രിയ വഴി വരുന്നതാണ്. ഷഡ്വൈരി, ഷഡൂർമി, ഷഡരി, പഞ്ചക്ലേശങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഈ ഇന്ദ്രിയങ്ങളിലൂടെ വരുന്നതാണ്.
അഷ്ടപാപങ്ങൾ, സപ്തവ്യസനങ്ങൾ, മൂന്നാധി, 3 ശോകം, ഇതൊക്കെ വരുന്നത് ഇന്ദ്രിയപ്രേരിതമായിട്ടാണ്. അതിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിച്ച ഈ രാജകുമാരന്മാർ ദേശകാലത്തിനനുസരിച്ച് വിശ്വാമിത്രനെ ഇപ്രകാരത്തിൽ അറിയിച്ചു. എന്താ അറിയിച്ചത്? അല്ലയോ ഭഗവാനെ, ഏതു നേരത്താണ് ഈ 2 രാക്ഷസന്മാർ മാരീചനും സുബാഹുവും ഇങ്ങോട്ട് വരിക? അവർ ആക്രമിക്കാൻ വരുന്ന സമയം അറിഞ്ഞു വെച്ചാൽ എളുപ്പമുണ്ട്, അത്രേ ഉള്ളൂ. വിശ്വാമിത്രൻ പറഞ്ഞത് അതറിയാൻ പറ്റില്ല, അത് കാത്തു നിൽക്കലാണ് നിങ്ങളുടെ ജോലി. അത് ലൗകിക രീതിയിൽ ഭംഗിയായിട്ട് പറഞ്ഞു എന്നതാണ്. ഇത്രയൊക്കെ ജ്ഞാനം കിട്ടിയിട്ടും അവരെപ്പോഴാണ് വരിക എന്നാ ചോദിച്ചതേ. അതാണ് നമ്മൾ. അത് രാമൻ ലക്ഷ്മണനല്ല, അത് നമ്മളാണ്. അപ്പോൾ അവർ വരുന്നത് കാക്കണം. സൂചനകൾ എന്തെങ്കിലും കിട്ടിച്ചാൽ പറയണം കേട്ടോ. അത് രാമൻ ലക്ഷ്മണ. അതായത് നമ്മളെപ്പോഴാണ് തയ്യാറാവേണ്ടത് വെച്ചാൽ അതുവരെ കിടന്ന് ഉറങ്ങാലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാലോ എന്നാണ് നമ്മുടെ ഭാവം. അവർ സദാസമയത്തും ജാഗരൂകരാണ്. പക്ഷേ അതിന് എത്രത്തോളം സജ്ജീകരിക്കണം, അത് മുഴുവൻ സജ്ജീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സൂചന തന്നു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് തരാം എന്നും പറഞ്ഞു. അപ്പോൾ രാക്ഷസന്മാർ നേരിടാൻ തയ്യാറായിക്കൊണ്ട് മാത്രമല്ല, അപ്പോൾ ഒരു ഉത്സാഹം കിട്ടിയിട്ടുണ്ട്. കാരണം ദിവ്യാസ്ത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഇനി ഉറക്കമൊന്നുമില്ലേ, ഉറക്കമൊന്നും വിഷയമില്ലാണ്ടായി. നമുക്കൊക്കെ ഒരു 4 ദിവസം ഉറങ്ങാതിരുന്നാൽ കഴിഞ്ഞില്ലേ നമ്മുടെയൊക്കെ കാര്യം? ഒരു ദിവസം ഉറങ്ങാതിരുന്നാൽ കഴിഞ്ഞു, എന്നിട്ട് വേണ്ടേ? അപ്പോൾ എങ്ങനെയാ? ഇവർക്ക് 4 അല്ല, ഇനി ദിവസങ്ങൾ കുറേ ഉണ്ട് ഉറങ്ങാതിരിക്കാൻ. ഇപ്പം തന്നെ മറ്റേ കാട്ടിൽ പോണ സമയത്തുള്ള വേറെ, ഇത് പെട്ടല്ല. അപ്പം ഇങ്ങനെ ഈ ഉത്സാഹത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ്. അതേപോലെ 2 പേരെയും ഇങ്ങനെ ഒരു ഭാവത്തിൽ കണ്ടപ്പോൾ വിശ്വാമിത്രൻ അവരെ പുകഴ്ത്തി. ഇപ്പോൾ മുതൽ ഈ മുനിശ്രേഷ്ഠൻ വിശ്വാമിത്ര മഹർഷി ദീക്ഷ ഒന്നിങ്ങനെ ബ്രേക്കായില്ലോ. അപ്പോൾ ആ ബ്രേക്കായിട്ടുള്ള ദീക്ഷ വീണ്ടും തുടങ്ങി. പിന്നെ മൗനവ്രതം, അതുകൊണ്ട് ഇനി ഒന്നും മിണ്ടില്ല. അനവധി കാര്യങ്ങളുണ്ട് അതിൽ. ദീക്ഷയിലെ ഏറ്റവും പ്രധാനമാണ് മൗനവ്രതം. അതേപോലെ 6 രാത്രികളിൽ തുടർച്ചയായിട്ട് സംരക്ഷണം വേണം. 6 ദിവസത്തെ യാഗം. അപ്പം ഈ 6 ദിവസം മിണ്ടില്ല. അപ്പോൾ നിങ്ങളൊന്നും ചോദിക്കരുത്. 7-ാം ദിവസം സമാപിക്കും. നമ്മൾ സാധാരണ വായനയൊക്കെ അങ്ങനെയാണല്ലോ പതിവ്. 6 ദിവസം പകല ഫുള്ളായിട്ട് വായിക്കും, 7-ാം ദിവസം ഉച്ചയ്ക്ക് നിർത്തും. പണ്ട് 7-ാം ദിവസം വൈകുന്നേരം നിർത്തിയായിരുന്നുള്ളൂ എന്നും പറയാറുണ്ട്. പല സൂത്രവഴികളാണ്. അവരുടെ വാക്കുകൾ അനുസരിച്ച് ഈ രാജകുമാരന്മാർ ഈ മഹാഋഷികളുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ 6 ദിവസം രാത്രിയും പകലും ഒരുപോലെ ഈ തപോവനത്തെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു. 6 ദിവസം ജാഗരൂകരായിട്ട്, ഊണുമില്ല ഉറക്കമില്ല. കാരണം അതിബല കിട്ടി. അതുകൊണ്ടാണ് അമ്പും വില്ലും കയ്യിലെടുത്ത് നല്ല വില്ലാളികളെ പോലെ, ചെറിയ കുട്ടികളാട്ടോ, പണ്ട് കാര്യമില്ല, കാവല് നിൽക്കണു. മിത്രാവരണന്മാരെ സ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദേവന്മാരെയൊക്കെ സ്മരിച്ചുകൊണ്ട്, അതേപോലെ ഈ വിശ്വാമിത്ര മഹർഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദത്തശ്രദ്ധരായിട്ട് ഈ 6 ദിവസവും നന്നായിട്ട് തന്നെ അത് ചെയ്തു എന്നാണ്. ഇങ്ങനെ 6-ാമത്തെ ദിവസം ഈ രാമൻ ലക്ഷ്മണനെ നോക്കി പറയാണ്, ഒന്ന് പ്രത്യേക ശ്രദ്ധയോടെ ഇരുന്നോളൂ, കാരണം ഇന്ന് വരാൻ സാധ്യതയുണ്ട്. ഇപ്പം എന്തേ പറഞ്ഞ്? വിശ്വാമിത്രനല്ല സൂചന കൊടുക്കുന്നത്, രാമൻ തന്നെയാണ് സൂചന കൊടുക്കുന്നത്. അപ്പോൾ രാമൻ മനസ്സിലായി എന്ന് സാർ, അതാണ്. ഇങ്ങനെ ഈ യുദ്ധത്തിന് തയ്യാറായിട്ടിരിക്കുന്ന അവർ 2 പേരും ആ കാര്യത്തിൽ ഉറച്ചു. ഒരു പക്ഷേ ഇന്ന് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഉപാധ്യായന്മാർ, പുരോഹിതന്മാർ, ഇവരൊക്കെ ഈ യാഗകുണ്ടൊക്കെ ജ്വലിപ്പിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദർഭപ്പുല്ല്, സോമപാത്രം, ഹോമപാത്രം, ചമത, പുഷ്പങ്ങൾ, ഇങ്ങനെ പലതും സജ്ജീകരിക്കുന്നതിനുള്ള ഉത്സാഹം. അതേപോലെ തന്നെ അത് വേണ്ട പോലെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വാമിത്രൻ്റെ അടുത്തുണ്ട്, ഋത്വിക്കുകളുണ്ട്, ഹോമം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ യാഗകുണ്ട്, ഹോമകുണ്ടം ഇങ്ങനെ ജ്വലിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിലേക്ക് ഈ ഹോമവസ്തുക്കൾ ഇങ്ങനെ മന്ത്രപൂർവ്വം മറ്റേ ശാസ്ത്രമനുസരിച്ച്, കൽപ്പത്തിനനുസരിച്ച്
യജ്ഞം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ദേവപ്രീത്യർത്ഥം ഈ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിഭയാനകമായിട്ടുള്ളൊരു ശബ്ദം കേട്ടു എന്നാണ്. ആ മേഘശബ്ദം, ഇടിവെട്ടുന്ന പോലെയുള്ള ശബ്ദം. ഇത് വർഷകാലം എന്നല്ല, എന്നിട്ടും അത് കേട്ടു. അപ്പോൾ ഇതെന്തോ ഒരു മായയാണല്ലോ എന്ന് വേഗം മനസ്സിലായി. ഇരുട്ടിൽ നിന്ന് 2 രാക്ഷസന്മാർ ആകാശത്തുകൂടെ ഓടിങ്ങിട്ട് വന്നു. പെട്ടെന്ന് കാണാറായി എന്നർത്ഥം. ഇവിടുന്ന് വരുന്നത് എന്താ കഥ ഒന്നും മനസ്സിലായില്ല. അവർ മാരീചനും സുബാഹുവും പിന്നെ കുറേ രാക്ഷസന്മാരും കൂടെ ഉണ്ടായിരുന്നു. അതിഘോരമായിട്ടുള്ള ശബ്ദത്തോട് കൂടിയിട്ട്, അതേപോലെ തന്നെ ദുർഗന്ധപൂരിതമായിട്ടുള്ള രക്തം തൊട്ടുള്ള ഓരോന്ന്, രക്തമോ വാപയോ മാംസം എന്തൊക്കെയാണെന്ന് വെച്ചില്ല, അതൊക്കെ ഒന്നിച്ച് ഈ കുടങ്ങളിലാക്കിയിട്ട് കൊണ്ടുവരികയാണോ, അതോ മായ തന്നെ ഇങ്ങനെ പെയ്യിക്കുകയാണോ, അതോ ഇനി തുമ്പിക്കൈയിൽ ആനയുടെ രൂപം കൊണ്ട്, ഇതൊക്കെ പലതും പറ്റി. സ്വേച്ഛോപാത്ത വകുക്കളാണ് ഒക്കെ. നല്ലതിനല്ല ചീത്തതിനെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും അങ്ങനെ ആ യാഗഭൂമി ചോരക്കളായിട്ട് മാറിയെന്ന ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ രാമൻ അവരുടെ നേർക്ക്, രാമൻ കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കണമെങ്കിൽ പടിഞ്ഞാറ് നിന്നാണ് വന്നതെന്ന് സാരം, അതാണ്. അപ്പോൾ പടിഞ്ഞാട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ഈ സുബാഹു മാരീചന്മാരെ നേരിടാൻ വേണ്ടിയിട്ട് രാമൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ഈ ആകാശത്ത് രാക്ഷസന്മാർ നിൽക്കുന്നത് കണ്ടു. അവർ ചാടി വീഴാനാണോ നിൽക്കണത് എന്ന് തോന്നി. അപ്പോൾ ആ രാമൻ ലക്ഷ്മണനെ നോക്കി പറഞ്ഞു, നോക്കൂ ലക്ഷ്മണ, പച്ചമാംസം തിന്നുന്നവരായിട്ടുള്ള ഈ രാക്ഷസന്മാരെ കാറ്റ് മേഘങ്ങളെ പറപ്പിക്കും പോലെ ഞാനിതാ തുരത്താൻ പോകുന്നു, കണ്ടോളൂ. അവരെ ഇപ്പോൾ ഞാൻ കൊല്ലണില്ല, കുറച്ചുകൂടി അവർ ജീവിക്കേണ്ടതുണ്ട്, ചില ആവശ്യങ്ങളുണ്ടാവണ്ട. ഇങ്ങനെ പറഞ്ഞിട്ട് രാമൻ മാനവം എന്ന അതിഘോരാസ്ത്രം മാരീചൻ്റെ നേർക്ക് എയ്തു. ആ പരമാസ്ത്രത്തിൻ്റെ, ദിവ്യാസ്ത്രത്തിൻ്റെ സമാഹിതനായിട്ടുള്ള ഈ ആഘാതത്തിൽപ്പെട്ടിട്ട് മാരീചൻ 100 യോജന ദൂരേക്ക് തെറിച്ചു കടലിൽ ചെന്നങ്ങോട്ട് വീണു. അതിനുശേഷം ഈ ബോധം പോയതായിട്ടുള്ള, എടുത്ത് എറിയല്ലേ ഉണ്ടായത്, ആ മാനവനായിട്ടുള്ള ഈ മനുവിൻ്റെ നാമത്തിലുള്ള ഈ ശീതാസ്ത്രം മരവിപ്പിക്കുന്ന അസ്ത്രമാണ്, ഐസ് പോലെയാവും. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ കണ്ട് പീഡ അനുഭവിച്ചു മാരീചൻ. എന്നിട്ട് വീണ്ടും വന്നിട്ട് രാമൻ ലക്ഷ്മണനോട് പറയാണ്, നോക്കൂ ലക്ഷ്മണ, മാനവാസ്ത്രമായ ശീതാസ്ത്രത്തിൻ്റെ ഈ മനുവിൻ്റെ നാമത്തിലുള്ള ഈ അസ്ത്രത്തിൻ്റെ പ്രവർത്തനം നോക്കി നോക്കൂ. അത് പ്രാണൻ എടുക്കണമില്ല, എന്നാൽ ബോധം പോകണമുണ്ട്, മൂർച്ഛിച്ച് വീഴണമുണ്ട്. ഇല്ലാത്തവരായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള ഈ പാപകർമ്മികളായിട്ടുള്ള യജ്ഞനാശകരായിട്ടുള്ള രക്തം നേരിട്ട് പച്ച രക്തം കുടിക്കുക, പച്ച മാംസം തിന്നുക, അങ്ങനെയുള്ള ഈ രാക്ഷസന്മാരെയെല്ലാം ഞാൻ കൊല്ലും, അത് ഉറപ്പാണ്. ഇങ്ങനെ ലക്ഷ്മണനോട് രാമൻ പറഞ്ഞതിൻ്റെ ശേഷം വേഗത്തിൽ ശക്തിയുള്ള ആഗ്നേയാസ്ത്രം തൊട്ടുള്ള ദിവ്യാസ്ത്രങ്ങളെടുത്ത് സുബാഹുവിൻ്റെ നെഞ്ചിലേക്ക് തന്നെ, മാറിലേക്ക് തന്നെ അയച്ചു. സുബാഹു മരിച്ചു. അവൻ മരിച്ചു. ബാക്കി എല്ലാവരും ഈ വായവ്യാസ്ത്രം കൊണ്ട് ഒന്നിച്ചങ്ങോട്ട് അനുചരന്മാരെ മുഴുവൻ വായവ്യാസ്ത്രം കൊണ്ട് ദൂരേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ രാമൻ സകല രാക്ഷസന്മാരെയും വധിച്ച്, അത് കൊന്നതിൻ്റെ ശേഷമാട്ടോ പോണതേ, വായവ്യാസ്ത്രം കൊണ്ട് അനുചരന്മാരെയൊക്കെ വധിച്ചു. എന്നിട്ട് ദൂരേക്ക്, അവിടെ ഈ ശവം അവിടെ വീഴാതിരിക്കാൻ സുബാഹു അവിടെ വീണു. ഇങ്ങനെ രാക്ഷസന്മാരെ മുഴുവൻ വധിച്ചു. അതിനുശേഷം രാമൻ സകല രാക്ഷസന്മാരെയും വധിച്ച് ഈ ആസുര വിജയം നേടി. അതിനുശേഷം ഇന്ദ്രൻ എന്ന പോലെ ഈ ഋഷിമാരുടെ പൂജയ്ക്ക് പാത്രീഭൂതമായി. ഇപ്പോൾ ഇവിടെ യജ്ഞം അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാമിത്ര മഹർഷി ഈ ബാധയെല്ലാം ഒഴിഞ്ഞ്, ശല്യങ്ങളെല്ലാം ഒഴിഞ്ഞപ്പോൾ സ്വസ്ഥമായിട്ടുള്ള അന്തരീക്ഷത്തെ കണ്ട് ഈ രാമനോട് ഇങ്ങനെ പറഞ്ഞു, മഹാബാഹുവായിട്ടുള്ള ശ്രീരാമ, ഞാൻ ഇപ്പോൾ കൃതാർത്ഥനായിരിക്കണം. ഗുരുവിൻ്റെ വാക്ക് കേട്ട് ആ രീതിയിൽ കാര്യങ്ങൾ നന്നായിട്ട് നടത്തിയല്ലോ. ഈ സിദ്ധാശ്രമത്തെ, വാമനമൂർത്തിയുടെ ഈ ആശ്രമത്തെ ഇപ്പോൾ ഞാനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്, അത് അനർത്ഥമാക്കി തീർത്തുവല്ലോ. ഇങ്ങനെ രാമനെ പുകഴ്ത്തിയിട്ട് വിശ്വാമിത്രൻ അവരോടൊപ്പം അപ്പോഴേക്കും വൈകുന്നേരമായി, കുളിച്ച് സന്ധ്യാവന്തനാദി കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് 30ാമത്തെ സർഗം അവസാനിപ്പിച്ചു. ഇനി 31ാമത്തെ സർഗം പറയുകയാണ്. അപ്പോൾ ഒരു ചാരിതാർത്ഥ്യമുണ്ട് രാമലക്ഷ്മണന്മാർക്ക്. അവർ സന്തോഷത്തോട് കൂടിയിട്ട് അന്നത്തെ രാത്രിയും അതേപോലെ കഴിഞ്ഞു. രാവിലെ പ്രഭാതത്തോട് കൂടിയിട്ട് അപ്പോൾ ഒക്കെ ഈ ഉത്തിഷ്ഠ എന്ന് പറയാറുണ്ട് കേട്ടോ, ആ പാട്ട് പാടും.
ഉണരൂ ഉണരൂ അതുതന്നെയാണ്. എന്നിട്ട് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യൂ, ദേവന്മാരെ ഭജിക്കൂ, ഇങ്ങനല്ലേ ആ പാട്ട് പാടുമെന്നാണ്. ഏതായാലും അങ്ങനെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിച്ച് അവർ വിശ്വാമിത്ര മഹർഷിയെ കാണാൻ ചെന്നു. അപ്പോൾ അഗ്നി തേജസ്സോട് കൂടിയിട്ടാണ് യാഗം കൂടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പ്രഭ. അപ്പോൾ ദേവന്മാരുടെ അനുഗ്രഹമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ ആ മഹർഷിയെ അഭിവാദനം ചെയ്തുകൊണ്ട് ഈ നന്നായിട്ട് സംസാരിക്കുന്നതായിട്ടുള്ള അവരെ ഭവ്യതയോട് കൂടിയിട്ട് ഇപ്രകാരം അറിയിച്ചു. മുനിശ്രേഷ്ഠ, അവർ കുറേ മഹർഷിമാരുണ്ട് അവിടെ, എങ്കിലും വിശ്വാമിത്രനോടാണ് പറയണത്, ഇതാ ഞങ്ങൾ രണ്ടുപേരും അങ്ങയുടെ ആജ്ഞ അനുസരിക്കുന്നതായിട്ടുള്ള കിങ്കരന്മാരായിട്ട് വന്നിരിക്കുന്നു. എന്താണോ വേണ്ടത് പറഞ്ഞോളൂ, ആജ്ഞാപിക്കണേ എന്ന് പറയുകയാണ്. അപ്പോൾ വിശ്വാമിത്രനെ എല്ലാവരും ഒരേപോലെ തന്നെ, ഈ വിശ്വാമിത്രൻ ഒരു മഹാഋഷിയാണ്, ഒരു ഗുരുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഭാവത്തെ അനുഭവിച്ചതായിട്ടുള്ള ശിഷ്യന്മാർ മറ്റെല്ലാവരും ഉണ്ടാവും അവിടെ, തുല്യരുണ്ടാവാം ശിഷ്യന്മാരുണ്ടാവാം. എന്തായാലും അവരെല്ലാവരും കൂടിയിട്ട് രാമനോട് പറയുകയാണ്, അല്ലയോ ശ്രീരാമ, നരപദേ, രാജാവാണല്ലോ, രാജാവ് ആവേണ്ട ആളല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ആക്കി. നരശ്രേഷ്ഠനായിട്ടുള്ള അങ്ങ് മിഥില രാജാവായിട്ടുള്ള ജനകൻ അവിടെ വളരെ ധർമ്മനിഷ്ഠനായിട്ട് എന്നും യാഗാദി പൂജാദി എല്ലാം ചെയ്യുന്നതായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ യജ്ഞം നടക്കുന്നുണ്ട്, ഞങ്ങളിതാ അങ്ങോട്ട് പോവുകയാണ്. നരശ്രേഷ്ഠനായിട്ടുള്ള അങ്ങും ലക്ഷ്മണനോട് കൂടിയിട്ട് ഞങ്ങളുടെ ഒപ്പം വരണം. അവിടെ അത്ഭുതകരമായിട്ടുള്ള ഒരു ദിവ്യമായിട്ടുള്ളൊരു ധനുസ്സുണ്ട്, ശിവധനുസ്. അത് ഒന്ന് കാണാം. വളരെ ബലമേറിയതാണ്, ശക്തിയുള്ളതാണ്, ശോഭയേറിയതാണ്. ആ വില്ല് ദേവന്മാർ യജ്ഞസദസ്സിൽ വെച്ച് കൊടുത്തതാണ് ഈ മിഥില രാജാവിന്. അതിനെ ആരാണോ കുലച്ച് ഞാണ് കെട്ടിയിട്ട് ഈ ദേവന്മാർക്കോ ഗന്ധർവന്മാർക്കോ അസുരന്മാർക്കോ രാക്ഷസന്മാർക്കോ അത് കെട്ടാനോ ഒന്നിനും പറ്റില്ല. മനുഷ്യരുടെ കാര്യം പിന്നെ പറയാണ്ടോ. ആ ധനുസിൻ്റെ ബലം അറിയാൻ ആഗ്രഹിച്ച മഹാബലവാന്മാരായിട്ടുള്ള രാജാക്കന്മാർ അതിനെ ഒന്ന് പൊക്കിയിട്ട് ഞാണ് കെട്ടാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ആ ശിവധനുസ്സും മഹാത്മാവായിട്ടുള്ള ആ മിഥില രാജാവിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഈ യജ്ഞവും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം. സുനാഭമായിട്ടുള്ള, അതായത് വളരെ മധ്യഭാഗം ഇടുങ്ങിയതായിട്ടുള്ള ആ വില്ല് ദേവന്മാരിൽ നിന്ന് യജ്ഞഫലം എന്ന രീതിയിലാണ് ഈ മിഥില രാജാവിന് അത് ചോദിച്ച് വാങ്ങിയതാന്ന് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ യജ്ഞത്തിൻ്റെ ഫലമായിട്ട് ശിവൻ കൊടുത്തതാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും അത് കുഴപ്പമില്ല. അങ്ങനെ രാമ, ആ രാജഗൃഹത്തിൽ ആ വില്ല് എന്നും പൂജിക്കപ്പെടാറുണ്ട്. കാരണം ശിവധനുസ്സാണ്. അതുകൊണ്ട് പലവിധ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടും മറ്റേ ഈ അകില്, ചന്ദനം ഇങ്ങനെയൊക്കെ അല്ലേ, അതെല്ലാം കുറിക്കൂട്ടുകളായിട്ടും അതേപോലെ അത് കത്തിച്ച് ഈ ധൂപം പുകയാക്കിക്കൊണ്ടും അതൊക്കെ ഈ ധനുസ്സിൻ്റെ ഒരു സുരക്ഷയ്ക്ക് ആവശ്യമാണ്. പ്രാണികളൊന്നും വരില്ല. അതേപോലെ അത് സുഗന്ധപൂരിതമായിട്ടിരിക്കുമ്പോൾ ഒരാകർഷണം വരികയും ചെയ്യും, പ്രാണികളൊന്നും വരില്ല. ഇങ്ങനെ എന്നും പൂജിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വിശ്വാമിത്രൻ ഈ വനദേവതമാരോട് യാത്ര പറഞ്ഞിട്ട് ഋഷിഗണത്തോടും രാജകുമാരന്മാരോടും കൂടിയിട്ട് ഈ മിഥില രാജപുരിയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ വനദേവതകളോട് പറയാണ്, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. ഈ സിദ്ധാശ്രമത്തിൽ നിന്ന് ഇനി വേണ്ടതെല്ലാം സിദ്ധിച്ചു കഴിഞ്ഞു. ഇനി വടക്കേ ദിക്കിലേക്ക് ഗംഗാതീരത്തിലുള്ള ഹിമവാന്റെ പർവ്വതമുണ്ട്, അവിടേക്കാണ് ഞങ്ങൾ പോണത്. ഇങ്ങനെ യാത്ര പറഞ്ഞതിന് ശേഷം ഈ വിശ്വാമിത്ര മഹർഷി ഈ മഹർഷിമാരോട് കൂടിയിട്ട് വടക്കോട്ട് യാത്ര തിരിച്ചു. യാത്ര പുറപ്പെട്ട ആ ദേവർഷിയുടെ അല്ലെങ്കിൽ ബ്രഹ്മർഷിയുടെ കൂടെ പോകുന്നവരായിട്ടുള്ള ബ്രഹ്മവാദികളായിട്ടുള്ള ആയിരക്കണക്കിന് ഈ മഹർഷിമാരെ, അവർ അനവധി വണ്ടികൾ, അതുപോലെ യജ്ഞത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ, ഇവരെല്ലാവരും അവരുടെ പിന്നാലെ യാത്രയായി. അങ്ങനെ മഹാത്മാവായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയെ സിദ്ധാശ്രമത്തിൽ ഈ മുനിമാരായിട്ടുള്ള ഈ ആശ്രമവാസികൾ, അതേപോലെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഒപ്പം അനുഗമിച്ചു എന്നാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജീവജാലങ്ങൾ മുഴുവനെ ഈ രാമൻ്റെ കൂടെ വിശ്വാമിത്രൻ്റെ കൂടെ മിഥില രാജ്യത്തിലേക്ക് പോവുകയാണ്. കാരണം അവിടെ അത്രയും വലിയൊരു സംഭവമാണ് ഇനി നടക്കാൻ പോകുന്നത്. അതാണ്. അങ്ങനെ അവരെ അദ്ദേഹം ആശ്രമത്തിലേക്ക് തന്നെ കുറച്ച് തിരിച്ചയച്ചു എന്നാണ്. അനുധാവനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വേണ്ട, പിന്നെ അവരവിടെ എത്തിയിട്ടുണ്ടാവും. സൂക്ഷ്മരൂപികളായിട്ടാണോ എങ്ങനെയാണോ വെച്ചില്ല, എന്തായാലും കൂടെ പോയി, അത് പ്രത്യേകമാണ്. അതേപോലെ കുറേ വഴി ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും സൂര്യൻ അസ്തമിച്ചു, പകല കഴിഞ്ഞു. അപ്പോൾ അവിടെ ശോണ നദി
അങ്ങനെ ഒരു നദിയുണ്ട്. അവിടെ തീരത്ത് മുനിഗണങ്ങൾ സ്ഥിരമായിട്ട് അവിടെ വസിച്ചു. കുറേ മുനിമാർ അവിടെയുണ്ട്. അവിടെ ചെന്ന് അവിടെ അവരുടെ കൂടെ കൂടി സൂര്യൻ അസ്തമിച്ചു സ്നാനമൊക്കെ ചെയ്ത് അഗ്നിഹോത്രമൊക്കെ ചെയ്ത് അവിടെ അതിതേജസ്സുള്ള ഈ മഹർഷിയുടെ നേതൃത്വത്തിൽ അന്നത്തെ രാത്രി അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു. രാമലക്ഷ്മണന്മാരോട് കൂടിയിട്ട് മുനിമാരും അതേപോലെ തന്നെ വിശ്വാമിത്ര മഹർഷിയുടെ മുമ്പിൽ ഇരുന്ന് അപ്പോഴും കുറേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ഉണ്ടാവും. മഹാതേജസ്വിയായിട്ടുള്ള ആ രാമൻ വിശ്വാമിത്ര മഹർഷിയോട് ഇങ്ങനെ ചോദിച്ചു, ഈ സമൃദ്ധവനം അതിശോഭനം ഈ പ്രദേശം ഏതാണ്? അപ്പോൾ മറ്റൊരു വനത്തിലാണല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥയൊന്ന് പറയൂ എന്ന് പറയാണ്. അങ്ങേക്ക് മംഗളം. രാമവാക്യം ഈ രാമൻ്റെ ആവശ്യം കേട്ട് കഴിഞ്ഞപ്പോൾ വ്രതസ്ഥനായിട്ടുള്ള അവിടെ എന്താ വ്രതം? രാമനെ എത്രത്തോളം ഉയർത്തണം എന്നാലേ രാവണവധം സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വ്രതം ഈ വിശ്വാമിത്ര മഹർഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഹർഷി അവരുടെ മധ്യത്തിൽ ആ ദേശത്തിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞു എന്നാണ്. ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ഈ അപ്പോഴേക്കും ഇവിടെ 31ാമത്തെ സർഗം കഴിഞ്ഞു. ഇനി 32ാമത്തെ സർഗം പറയുകയാണ്. ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് മഹാതപസ്യായിട്ട് വ്രതങ്ങളൊക്കെ ചെയ്യുന്ന ധർമ്മിഷ്ഠനായിട്ടുള്ള ഒന്നും പിഴയ്ക്കാതെ കണ്ട് എല്ലാം അറിയുന്നതായിട്ടുള്ള സജ്ജൻ ആരാധകനായിട്ടുള്ള കുശൻ എന്നുപേരായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു. ഈ കുശൻ രാമൻ്റെ പുത്രനാണോ അതോ അതിന് മുന്നേ ഒരു കുശൻ ഉണ്ടായിരുന്നോ ചോദിക്കരുത്. ആ കുശന് കുലീനായിട്ടുള്ള വൈദർഭിയിൽ വൈദേഹി ഏതായാലും ആ വിദർഭം എന്നുള്ള രാജ്യം കൃഷ്ണ നദിക്ക് വടക്കായിട്ട് നർമ്മദാ നദി വരെ 2 നദികളുടെ മധ്യത്തിലുള്ള രാജ്യം മുഴുവൻ ഈ രാജാവിൻ്റെ ആയിരുന്നു. അപ്പോൾ സുശക്തന്മാരായിട്ടുള്ള തനിക്ക് തുല്യന്മാരായിട്ടുള്ള അവർക്ക് 4 പുത്രന്മാരുണ്ടായി എന്നാണ്. കുശാംബൻ, കുശനാഭൻ, അധൂർത്തരജസ്, വസു, ഇങ്ങനെ 4 പുത്രന്മാർ. ഈ 4 പുത്രന്മാരും മഹാകേമന്മാരാണ്. സ്വയമേവ തന്നെ അവർക്ക് ജന്മം കൊണ്ട് തന്നെ തേജസ്സുണ്ട്. പിന്നെ വിദ്യാദി കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ കൂടുതൽ ധർമ്മിഷ്ഠന്മാരാണ്, സത്യവാദികളാണ്. അങ്ങനെ ക്ഷത്രിയ ധർമാനുഷ്ഠാനം ഈ ഭഗവത് ഇച്ഛയ്ക്കനുസരിച്ച് നന്നായിട്ട് തന്നെ ചെയ്യണു. ആ കുശൻ പറയാണ്, പുത്രന്മാരെ നിങ്ങൾ രാജ്യം പ്രജാപരിപാലനം നന്നായിട്ട് തന്നെ ചെയ്യണം, പൂർണ്ണമായിട്ടുള്ള പുണ്യത്തെ പ്രാപിക്കണം, സ്വധർമാനുഷ്ഠാനത്തെ ചെയ്യൂ എന്നുവെച്ചാൽ എല്ലാ ഉപദേശങ്ങളും കൊടുത്തു എന്ന് സാരം. ആ വാക്കനുസരിച്ച് അവർ നഗരങ്ങളെ നിർമ്മിച്ചു. കുശാംബൻ്റെ നഗരം കൗശാംബി, കുശനാഭൻ്റെ നഗരം മഹോദയം, അധൂർത്തരജസിൻ്റെ നഗരം ധർമാരണ്യം, വസു നിർമ്മിച്ച നഗരം ഗിരിവ്രജം. ഇങ്ങനെ വസുവിൻ്റെ പേരിനെ മുൻനിർത്തി വസുമതി എന്നും അദ്ദേഹത്തിൻ്റെ നഗരം അറിയപ്പെട്ടു. വസുമതി, അത് ഗിരിവ്രജം ഇതാണ്. അതിന് ചുറ്റുമായിട്ട് 5 പർവ്വതങ്ങളുണ്ട്. വിപുലഗിരി, വരാഹഗിരി, വൃഷഭഗിരി, ഋഷിഗിരി, ചൈത്യകഗിരി. വരാഹം, വൃഷഭം, ഋഷി, ചൈത്യകം, വിപുലം, ഇങ്ങനെ 5 പർവ്വതം. മാഗധി എന്ന അതിമനോഹരമായിട്ടുള്ള നദി മഗധദേശങ്ങളെ ചുറ്റിക്കൊണ്ട് ഒഴുകണു. 5 മലകളുടെ നടുക്ക് അത് മാല പോലെ പ്രത്യേകമായിട്ട് ശോഭിക്കുകയാണ്. ഈ മകരത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ നദി വസുവിൻ്റെ പ്രദേശത്തിൽ കിഴക്ക് അഭിമുഖമായിട്ട് ഒഴുകണു. നല്ല വയലുകൾ തീരത്തുള്ളത്. സമൃദ്ധമായിട്ട് അവിടെ സസ്യങ്ങൾ, അതേപോലെ ഈ മാഗധിയുടെ പ്രത്യേകമായിട്ടുള്ള ചില അനുഭവങ്ങൾ എല്ലാവർക്കും സുഖത്തെ പ്രദാനം ചെയ്യണു. അല്ലയോ രാമ, ഈ കുശനാഭന് ഘൃതാജിയിൽ 100 പെൺമക്കളുണ്ടായി. ഘൃതാജി ഒരു അപ്സരസാണ്. സുന്ദരികൾ യുവതികളുമായിട്ടുള്ള അവർ 300 പേര് പെൺകുട്ടികളാണ്. ആഭരണങ്ങളെ കൊണ്ട് അലങ്കൃതരായിട്ട് വർഷക്കാലത്ത് ശോഭിക്കുന്ന ശതഹൃതകൾ, ഈ മിന്നലുണ്ടല്ലോ അതേപോലെ ഉദ്യാനത്തിൽ വന്ന് പാട്ടൊക്കെ പാടി നൃത്തമൊക്കെ ചെയ്ത് വാദ്യവാദനങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ സുഖിക്കും. അങ്ങനെയാണ് പതിവ്. ഇങ്ങനെ നക്ഷത്രങ്ങൾ മേഘങ്ങൾക്ക് നടുവിലെന്ന പോലെ രൂപം കൊണ്ട് അതുല്യകളായിട്ടുള്ള സർവാംഗ സുന്ദരികളായിട്ടുള്ള അവർ ഉദ്യാനത്തിൽ ഇങ്ങനെ എപ്പോഴും കളിച്ച് ഉല്ലസിച്ച് എല്ലാവർക്കും ഒരു ഇഷ്ടത്തെ പ്രദാനം ചെയ്യും. ഞാൻ നിങ്ങളെ കാമിക്കുന്നു, എല്ലാവരും എൻ്റെ ഭാര്യമായിട്ട് തീരൂ, മനുഷ്യഭാവം വെടിയൂ എന്നെല്ലാം മാത്രമല്ല ദീർഘായുസ് നേടൂ,
മനുഷ്യരിൽ യൗവന സ്ഥായിയല്ല, നശ്വരമാണ്. നിങ്ങൾ അക്ഷയമായിട്ടുള്ള യൗവനത്തോടു കൂടിയ ദേവസ്ത്രീകളായിട്ട് ഭവിക്കുക. അപ്രതിരോധനായിട്ടുള്ള വായുഭഗവാന്റെ ഈ വാക്കുകൾ കേട്ട് അവർ കുറച്ചൊരു അപഹാസത്തോടു കൂടിയിട്ട് പറഞ്ഞു എന്നാണ്. വായുദേവൻ ഈ 100 കന്യകമാരെ കണ്ടപ്പോൾ ഇപ്രകാരത്തിൽ പറഞ്ഞു. അപ്പോൾ സുന്ദരികൾ ഈ വായുദേവനോട് പറയാണ്, സുരസത്തമ വായുദേവ, സകല ഭൂതങ്ങളുടെയും ഉള്ളിൽ ചരിക്കുന്നതായിട്ടുള്ള അങ്ങ് എല്ലാവർക്കും അങ്ങയുടെ ഈ പ്രഭാവത്തെ അറിയുന്നതാണ്. എന്തിനാണ് അങ്ങ് ഞങ്ങളെ അവമാനിക്കുന്നത്? അച്ഛനോട് ചോദിക്കാതെ കണ്ട് നേരിട്ട് ചോദിക്കൽ, കന്യകയെ നേരിട്ട് ചോദിക്കൽ ശരിയല്ല. അതൊരു വിധിക്ക് തെറ്റാണ്, വിധിക്ക് അനുസൃതമല്ല, വിധിക്ക് വിപരീതമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനെ ഞങ്ങൾ അവമാനമായിട്ട് കണക്കാക്കണം. ഇപ്പോൾ വായുദേവനോടാണ് ഈ 100 പുത്രികൾ ഈ അപ്സരസുകളെ പോലെ ഘൃതാജിയുടെ പുത്രികളാണ്, അപ്പോൾ ഒരു ദേവസ്ത്രീകളാണ്. അവർ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളെ അവമാനിക്കണ്ട, ഞങ്ങൾ കുശനാഭപുത്രിമാരാണ്. അങ്ങയുടെ പദവിയിൽ നിന്ന് വീഴ്ത്തുവാൻ ഞങ്ങൾക്ക് കഴിയും. എങ്കിലും അതിനുവേണ്ടി ഞങ്ങളുടെ തപശക്തി ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല, നഷ്ടപ്പെടുത്തുന്നില്ല. ഞങ്ങളുടെ സത്യവാദിയായിട്ടുള്ള പിതാവിനെ അപമാനിക്കരുത്. അദ്ദേഹം അങ്ങയുടെ കാലനായിട്ട് ഭവിക്കാൻ ഇടവരാതിരിക്കുക. ഞങ്ങൾ സ്വയം പതിയെ ധർമ്മപ്രകാരം ഭരിച്ചു കൊള്ളാം. ഞങ്ങളുടെ പ്രഭു, നാഥൻ, രക്ഷകൻ, ഈശ്വരനും അച്ഛനും അദ്ദേഹം ഞങ്ങളെ ആർക്കാണോ കൊടുക്കുന്നത് ആ ആൾ ഞങ്ങളുടെ ഭർത്താവാകും. അവരുടെ വാക്ക് കേട്ടപ്പോൾ വായു വല്ലാതെ കണ്ട് ശുണ്ഠിയെടുത്തു. കാരണം വായു എന്ന് പറഞ്ഞാൽ അഷ്ടദിക്പാലകന്മാർ അതിലൊരാളാണ്, പ്രധാനിയാണ്. മാത്രമല്ല ഈ പാലകരിൽ ഏറ്റവും പ്രധാനിയാണ്. അതുകൊണ്ട് അവരുടെ ദേഹങ്ങളിൽ പ്രവേശിച്ച് അവരുടെ ഗാത്രങ്ങളെയെല്ലാം കുറച്ചൊരു വളച്ചു എന്നാണ്. എന്നിട്ട് കൂനുള്ളവരായി തീർത്തു. വാദകോപം കൊണ്ട് ശരീരം സാധാരണഗതിയിൽ എന്താ ചെയ്യുക, ഒന്ന് വളയുക, അല്ലെങ്കിൽ ഒന്ന് ചുരുങ്ങുക, കാല്, കയ്യ്, മറ്റേ ദേഹം തന്നെ വളയുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വാദകോപം കൊണ്ടുണ്ടാവുന്നതാണ്. വായുദേവൻ അപ്രകാരം അവരെ വിരൂപകളാക്കി തീർത്തപ്പോൾ ആ കന്യകൾ അച്ഛൻ്റെ കൊട്ടാരത്തിലെത്തി കുശനാഭൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. കുറച്ച് പരിഭ്രമിച്ചിട്ടാണ്, അതേപോലെ വൈരൂപ്യം കൊണ്ട് ലജ്ജിക്കുന്നവരാണ്, കരഞ്ഞും കൊണ്ടാണ് വരുന്നത് എന്നിട്ട് പറഞ്ഞു. അപ്പോൾ സങ്കടം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ രാജാവ് ചോദിച്ചു, എന്താ മക്കളെ ഇതിങ്ങനെ, ആരാ ഇത് ചെയ്തത്? ആരാ നിങ്ങളോട് ധർമ്മത്തെ ഇങ്ങനെ അവമാനിക്കുന്ന? ഈ ധർമ്മത്തെ അവമാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നിങ്ങൾക്ക് വക്ര ശരീരത്തെ കിട്ടിയത്. അതിൻ്റെ കാരണം എന്താ എന്ന് ചോദിച്ചു. നിങ്ങളെ കൂനികളാക്കിയത് ആരാണ്? ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയണില്ലല്ലോ. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് മറുപടിക്കായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഈ 32ാമത്തെ സർഗവും സമാപിച്ചു. ഇനി 33ാമത്തെ സർഗം പറയാണ്. ബുദ്ധിമാനായിട്ടുള്ള ആ കുശനാഭൻ്റെ വാക്ക് കേട്ട് ശിരസ് കൊണ്ട് പാദങ്ങൾ സ്പർശിച്ചുകൊണ്ട് 100 കന്യകമാരും പറഞ്ഞു. എന്ന് വെച്ചാൽ അച്ഛൻ്റെ കാല് പിടിച്ച് നമസ്കരിച്ചു. അച്ഛൻ്റെ കാൽക്കൽ ശിരസ് മുട്ടിച്ചുകൊണ്ട് 100 കന്യകൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു, സർവാത്മകനായിട്ടുള്ള വായു അവമാനിക്കാൻ ആഗ്രഹിക്കുന്നു, അശുഭമാർഗത്തെ അവലംബിച്ച് ധർമ്മത്തെ അനുസരിക്കാതിരിക്കുന്നു. ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടും അരുത് എന്ന് ഉപദേശിച്ചിട്ടും അദ്ദേഹം കുറച്ചൊരു കാമത്തോടു കൂടിയിട്ടാണ് ഞങ്ങളെ നോക്കിയത്. അത് തെറ്റാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിയത്. ഞങ്ങൾ പിതൃമതികളാണ്, ഞങ്ങൾ സ്വച്ഛന്ത വൃത്തിയിൽ വർത്തിക്കുന്നവരല്ല. അച്ഛനോട് ഞങ്ങളെ ആവശ്യപ്പെട്ടോളൂ. അദ്ദേഹം അങ്ങയ്ക്ക് ഞങ്ങളെ തന്നു വെച്ചാൽ ഞങ്ങൾ അങ്ങയുടെ പത്നിമാരാവാം. അദ്ദേഹം പാപമാർഗത്തിൽപ്പെട്ട് ഞങ്ങളുടെ ഈ വാക്ക് കേട്ടില്ല. ഞങ്ങളെ ഇപ്രകാരം വിരൂപകളാക്കി കൂനികളാക്കി തീർക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവരുടെ വാക്ക് കേട്ടപ്പോൾ ധാർമ്മികനായിട്ടുള്ള തേജസ്വിയായിട്ടുള്ള ആ കുശനാഭൻ ഈ രാജാവ് ഉത്തമകളായിട്ടുള്ള ആ 100 പുത്രിമാരോടും പറഞ്ഞു, ക്ഷമയുള്ളവർ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു, ഒരുമയോടെ നിങ്ങൾ നിന്നു, കുലത്തിൻ്റെ മഹിമ അത് നിങ്ങൾ ഉയർത്തി. സ്ത്രീകൾക്ക് ക്ഷമയാണ് ഭൂഷണം, പുരുഷന്മാർക്ക് മറിച്ചല്ല. ദുഷ്കർമ്മമാണ് ആ ക്ഷമ ഇല്ലാതെ കണ്ട് പെരുമാറുമ്പോൾ. അത് ക്ഷമ കാണിക്കൽ കുറച്ചൊരു ദുഷ്കരമാണ്, ചെയ്യാൻ പ്രയാസമാണ്. വിശേഷിച്ചും ദേവന്മാരിൽ പ്രത്യേകം പറയുകയാണ്. നമ്മൾക്ക് ഈ ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ളൊരു നിയമമാണത്. എന്ത്? അലങ്കാരോഹി നാരീണാം ക്ഷമാ തു പുരുഷസ്യ വാ ദുഷ്കരം തച്ച വൈ ക്ഷാന്തം
ത്രിദശേഷു വിശേഷത യാദൃശീവ ക്ഷമാപുത്ര്യ സർവാസാമവിശേഷത ക്ഷമാദാനം ക്ഷമാ സത്യം ക്ഷമായജ്ഞാശ്ച പുത്രികാ ക്ഷമായശ ക്ഷമാധർമ്മ ക്ഷമായാം വിഷ്ഠിതം ജഗൽ വിസൃജ്യ കന്യാ കാകുൽസ്ഥ രാജ ത്രിദശ വിക്രമ. അപ്പം ഇങ്ങനെ ഉപദേശിക്കുകയാണ്. എന്താണ്? സ്ത്രീകൾക്ക് ക്ഷമയാണ് ഏറ്റവും അലങ്കാരം. എന്നിട്ട് തിരുത്തി പറഞ്ഞു, പുരുഷന്മാർക്കും അതെ കേട്ടോ. ജീവജാലങ്ങളിൽ മനുഷ്യർക്ക് വിശേഷ ബുദ്ധിയുണ്ട്. ക്ഷമ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ശീലിക്കാൻ കുറച്ച് വിഷമമുണ്ട്. അത് ദേവന്മാരിൽ ഒട്ടും ഉണ്ടാവില്ല. അവർ ക്ഷിപ്രകോപികളാണ്, ആശുതോഷന്മാരുമാണ്. മക്കളെ, നിങ്ങൾ എല്ലാവരും ഒരുമയോടെ കാണിച്ച ഈ ക്ഷമ ആർക്കാണ്ടാവുക? അപ്പം അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇതാ പ്രശംസിക്കുന്നു. ക്ഷമയാണ് ദാനം, ക്ഷമയാണ് സത്യം, ക്ഷമയാണ് യജ്ഞം, ക്ഷമ യശസ്സാണ്, ക്ഷമ ധർമ്മമാണ്, ക്ഷമ ജഗത്ത് സ്ഥിതി ചെയ്യുന്നത് ക്ഷമയിലാണ്. ഇങ്ങനെ കന്യകളെ വളരെയധികം പ്രശംസിച്ച് ഈ കാകുത്സ്ഥനായിട്ടുള്ള ദേവതുല്യ വിക്രമിയായിട്ടുള്ള മന്ത്രജ്ഞനായിട്ടുള്ള ആ കുശനാഭൻ മന്ത്രിമാരോട് കൂടി ആലോചിച്ചു. തക്ക കാലത്ത് ഈ ചെയ്യേണ്ടതായിട്ടുള്ള ഏത് സ്ഥലത്താണോ ചെയ്യേണ്ടത് ആ കന്യാദാനം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അവർ മന്ത്രിമാരോട് ഈ രാജാവ് ആലോചിച്ചു. ആ സമയത്താണ് ചൂളി എന്നു പേരുള്ള സദാചാരനിരതനായിട്ടുള്ള മഹാമുനി ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് ശുഭാചാരനായിട്ടുള്ള ബ്രഹ്മതേജസ് ചെയ്തു വന്നിരുന്നു. ഏതസ്മിന്നേവ കാലേത്തു ചൂളി നാമ മഹാദ്യുതി. നമ്മൾ ഈ ചൂളി എന്നുള്ള മഹർഷിയുടെ പേര് അങ്ങനെ കേട്ടിട്ടില്ല. ഇനി വേറെ ഏതെങ്കിലും അദ്ദേഹത്തിന് മറ്റു പേരുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇന്ദ്രിയം നിയന്ത്രിച്ച് ശമതമത്തോട് കൂടിയിട്ട് നിഷ്കാമനായിട്ട് തപസ് ചെയ്യുന്ന ഒരു മഹർഷിയാണ്. ആ തപസ് ചെയ്യുന്ന ഋഷിയെ സോമത എന്ന ഗന്ധർവസ്ത്രീ സേവിച്ചേർന്നു. പിന്നെ ധർമ്മനിഷ്ഠനായിട്ടുള്ള സോമത എന്ന ആ സ്ത്രീ കന്യക അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു, ആരാധിച്ചു. അവളെ സന്തുഷ്ടനായി. സമയം വന്നു കഴിഞ്ഞപ്പോൾ അവളോട് പറഞ്ഞു, ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു, നിനക്ക് മംഗളം, നിനക്ക് എന്താണ് വേണ്ടത് പറയൂ. അപ്പോൾ മുനി സന്തോഷവാനാണ് എന്ന് കണ്ടപ്പോൾ ഈ നല്ല വാക്കുകളെ പറയാൻ കഴിവുള്ള ആ ഗന്ധർവസ്ത്രീ മധുരസ്വരത്തിൽ സന്തോഷത്തോടു കൂടിയിട്ട് പ്രീതിയോട് കൂടിയിട്ട് പറഞ്ഞു, ബ്രഹ്മതേജസ് കൊണ്ട് ഉജ്ജ്വലിക്കുന്നതായിട്ടുള്ള അങ്ങ് ബ്രഹ്മതുല്യനായിരിക്കുന്നു. ബ്രഹ്മതപോ മഹിമയോട് കൂടിയ ഒരു പുത്രനുണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എനിക്കത് ദാനമായിട്ട് തരണം. ഞാൻ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല, ഭാര്യാപദം എനിക്ക് താല്പര്യമില്ല. ബ്രഹ്മജ്ഞനായിട്ടുള്ള അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. എനിക്ക് ബ്രഹ്മതേജസ്സുള്ളൊരു പുത്രനെ നൽകണേ എന്ന് പറഞ്ഞു. അപ്പോൾ അവളെ പ്രസന്നനായിട്ടുള്ള ബ്രഹ്മർഷി ബ്രഹ്മതേജസ്സോടു കൂടിയ ഉത്തമനായിട്ടുള്ള മാനസപുത്രനെ അവൾക്ക് കൊടുത്തു. ചൂളീനായിട്ടുള്ള ബ്രഹ്മദത്തൻ എന്ന പേരിൽ അദ്ദേഹം വിഖ്യാതനായി എന്നാണ്. അവിടെ തസ്യാഹ പ്രസന്നോ ബ്രഹ്മർഷി ദദൗ ബ്രാഹ്മം അനുത്തമം ബ്രഹ്മദത്ത ഇതി ഖ്യാതം മാനസം ചൂളിനഃ സുതം. ചൂളിയുടെ ഈ സോമത എന്ന അപ്സരസിൽ ഉണ്ടായതായിട്ടുള്ള ആ പുത്രന് ബ്രഹ്മദത്തൻ എന്ന പേരിൽ മാനസപുത്രനായിട്ട് ഉണ്ടായി എന്നാണ്. അപ്പോൾ ചൂളി എന്നുള്ള മഹർഷി ഈ സ്ത്രീയെ തൊട്ടിട്ടില്ല, അപ്സര സ്ത്രീയാണ്. മാനസപുത്രനായിട്ട് ബ്രഹ്മദത്തൻ ആണ്. അപ്പോൾ തൻ്റേതായിട്ടുള്ള ഈ യോഗ്യത അത് നന്നായിട്ട് പ്രകടിപ്പിച്ചു എന്ന് സാരം. അപ്പോൾ ബ്രഹ്മദത്തൻ എന്ന് പറയുമ്പോൾ തന്നെ ആ സ്ഥാനത്തിന് ആ പേരിനൊക്കെ വലിയ അർത്ഥങ്ങളാണ്. ഇന്നിപ്പോൾ പേര് ഉണ്ടായിട്ടൊരു കാര്യമില്ല, പേരും സ്വഭാവമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. സുന്ദരൻ എന്ന് പേരുണ്ടാവും, വിരൂപനാവും. സുശീല എന്ന് പേരുണ്ടാവും, ശീലം വളരെ മോശവും. അപ്പം അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇത് ഈ പേര് ആ ഉണ്ണിയുടെ സ്വഭാവത്തിനനുസരിച്ച് അച്ഛനമ്മമാരുടെ ഈ ജ്ഞാനത്തിനും ഭക്തിഭാവത്തിനും അനുസരിച്ച് ഈശ്വര പ്രീതി എന്ന നിലയ്ക്കാണ്. അപ്പോൾ ഈശ്വരനാൽ കൊടുക്കപ്പെട്ടവൻ, ഇത് ഈശ്വരദത്തൻ ആണ് എന്ന് സാരം. അതാണ് ബ്രഹ്മദത്തൻ. അങ്ങനെയുള്ള ആ ബ്രഹ്മദത്തനെ ബ്രാഹ്മണപുത്രനായിട്ടും രാജാവായിട്ട് കാമ്പിലി എന്ന പുരത്തിൽ ഇന്ദ്രൻ സ്വർഗത്തിൽ എന്ന പോലെ വാണു എന്നാണ്. അദ്ദേഹം കാമ്പില്യ കുശനാഭൻ എന്ന രാജാവ് തൻ്റെ ഈ കന്യാശതത്തെ ആ കാമ്പില്യ രാജാവായിട്ടുള്ള ബ്രഹ്മദത്തന് കൊടുക്കാൻ നിശ്ചയിച്ചു. അങ്ങനെ മഹാതേജസ്വിയായിട്ടുള്ള മഹീപതി ഈ രാജാവ് ബ്രഹ്മദത്തിനെ വരുത്തിയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ മനസ്സറിഞ്ഞുകൊണ്ട് ഈ 100 പുത്രിമാരെയും കൊടുത്തു എന്നാണ്.
ബ്രഹ്മദത്തിന് തൻ്റെ ഈ ഈശ്വര തുല്യകളായിട്ടുള്ള ദേവദാസികളായിട്ടുള്ള അല്ലെങ്കിൽ അവർ ഇങ്ങനെയാണ് ഏറ്റവും മാക്സിമത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ആ കന്യകകളെ കൂനികളാണേ അവർക്കാണ് ബ്രഹ്മദത്തിനെ കൊടുത്തത്. അപ്പോൾ ഈ കൂന് മാറ്റാൻ ബ്രഹ്മദത്തിന് സാധിക്കും, രാജാവിന് സാധിക്കും. അതാണ്. അല്ലയോ ശ്രീരാമ, ഈ ദേവേന്ദ്രൻ എന്നപോലെ ബ്രഹ്മദത്തന് യഥാക്രമം അവരെ പാണിഗ്രഹണം ചെയ്തു. അദ്ദേഹം പാണി പിടിച്ചതോട് കൂടിയിട്ട് കന്യകൾക്കുണ്ടായിരുന്ന ഈ വൈരൂപ്യം മുഴുവൻ ഇല്ലാണ്ടായി. സ്പൃഷ്ടമാത്രേ തഥാ പാണോ വികുബ്ജൗ ജഗദജ്വര വികുബ്ജ ജഗദജ്വര യുക്തം പരമയാ ലക്ഷ്മ്യാ ബഭൗ കന്യാശതം തഥാ. അതാണ് തൊട്ടേ ഉള്ളൂ. അപ്പോൾ ബ്രഹ്മദത്തൻ്റെ ആ ഒരു കഴിവ് മനസ്സിലായാൽ പേരുണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ കൂന് പോയി കഴിഞ്ഞപ്പോൾ മനസ്സ് സന്തോഷത്തോടു കൂടിയിട്ട് 100 കന്യകമാരും പരമ ശ്രീമതികളായിട്ട്, ശ്രീമതി എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ്, സ്ത്രീയെ സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു അവർ. ശ്രീ എന്നുള്ളത് നമുക്ക് വേണ്ടത് എന്താണോ അത്. ഇപ്പോൾ ശ്വാസം വലിക്കുമ്പോൾ നല്ല ശുദ്ധവായു, ദാഹമുണ്ടെങ്കിൽ ശുദ്ധജലം, മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ ഏറ്റവും സാത്വികമായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവ്, അതാണ് ശ്രീമതി. അപ്പോൾ ശ്രീമതി എന്നുള്ള പേരുണ്ടായിട്ട് ഈ വളിച്ച് പൊളിച്ച ആഹാരം കഴിക്കുക, അതേപോലെ ചീത്ത കണ്ണുകളെ കൊണ്ട് നോക്കുക, ചീത്തത് മാത്രമേ കാണൂ വെച്ചാൽ എന്താ ചെയ്യുക, നല്ലത് കാണാൻ താല്പര്യമില്ല, അങ്ങനെയായിട്ട് കാര്യമില്ല. അപ്പോൾ ശ്രീമതി അല്ല അത്, അതാണ്. ഇത് ശ്രീമതികളായിട്ട് തീർന്നു, അതാണ്. അങ്ങനെ അവരുടെ ഈ വാദകോപം നീങ്ങിക്കഴിഞ്ഞപ്പോൾ കുശനാഭ രാജാവ് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ബ്രഹ്മദത്തനെയും അഭിനന്ദിച്ചു, പുത്രികളെയും അതേപോലെ തന്നെ ആശീർവദിച്ചു. വിവാഹം നടത്തിയിട്ട് ഈ കുശനാഭ രാജാവ് ബ്രഹ്മദത്ത രാജാവിനെ പത്നിമാരോട് കൂടിയിട്ട് ഉപാധ്യായ സഹിതനായിട്ട് യാത്രയാക്കി കാമ്പില്യത്തിലേക്ക് രാജാവ് പോവുകയും ചെയ്തു, സ്വന്തം രാജ്യത്തിലേക്ക് പോയി. അങ്ങനെ ഗന്ധർവസ്ത്രീയായിട്ടുള്ള സോമദത്തപുത്രൻ്റെ ഉത്തമമായിട്ടുള്ള വിവാഹകർമ്മത്തിൽ കുശനാഭ രാജാവിനെ അഭിനന്ദിച്ച് തൻ്റെ സ്നുഷന്മാരെ ഓരോരുത്തരെയും ആലിംഗനം ചെയ്ത് ആശീർവദിക്കുകയും ചെയ്തു. ഇങ്ങനെ 33ാമത്തെ സർഗം ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി 34ാമത്തെ സർഗം തൊട്ട് നമുക്ക് നാളെ പറയാം. ആ കുശിക വർഗത്തിലാണ് ഈ ഗാധി ഉണ്ടായത്. പിന്നെ ആ ഗാധിയുടെ കാര്യങ്ങൾ, പിന്നെ ഈ പരശുരാമൻ്റെ അതേപോലെ തന്നെ വിശ്വാമിത്രൻ്റെ ഒക്കെ ജന്മം, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആമുഖമായിട്ട് ഇത്രയും കാര്യം പറഞ്ഞത്. ആ ഒരു നാടിൻ്റെ പ്രത്യേകത അത് ഈ രാമൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ രാമനോട് ഈ വിശ്വാമിത്ര മഹർഷി തൻ്റെ ചരിത്രവും ഇനിയും രാമന് അതുമായിട്ട് ബന്ധം കുറയുണ്ട്, അതും പറയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആ കഥ നമുക്ക് അടുത്ത ഭാഗമായിട്ട് 13ാമത്തെ ഭാഗമായിട്ട് പറയാം. ഇപ്പോൾ 12ാമത്തെ ഭാഗമാണ് പറഞ്ഞത്. എല്ലാവരോടും വിനീതമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ വാൽമീകി രാമായണം കഥ മുഴുവൻ ഞാൻ പറയുന്നുണ്ട്, പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഭഗവാൻ അനുഗ്രഹിച്ചു വെച്ചാൽ, അനുവാദം കിട്ടിയിച്ചാൽ പറയും. അപ്പോൾ അത് കേൾക്കണം, ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പ.